ഉപ്പും മുളകിലെ പീഡന പരാതിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെയും അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. സീരിയലിലെ തന്നെ ബാലുവിനും ശ്രീകുമാറിനുമെതിരെയാണ് ഒരു നടി പരാതി നൽകിയത്. ബാലു എന്ന് പറയുന്ന ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ. ഇതോടെ ബിജു സോപാനം ഇതിൽ നിന്ന് മാറുകയും സീരിയലിൽ നിന്നും ഈ രണ്ട് താരങ്ങളും മാറുകയും ചെയ്തു. എന്നാൽ ഒരു തവണ പോലും ഈ രണ്ട് താരങ്ങളും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞു വന്നിട്ടില്ല. എന്നാൽ ശ്രീകുമാറിന്റെ ഭാര്യ സ്നേഹ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അതിൽ പല കാര്യങ്ങളും ശ്രീകുമാറിനൊപ്പം തന്നെയാണ് ഇന്റർവ്യൂ കൊടുത്തത്. അതിൽ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ ഇതുവരെയും ഇതിനെക്കുറിച്ച് സംസാരിച്ച് രംഗത്ത് വരാത്തത്, ശ്രീകുമാർ എന്തുകൊണ്ടാണ് അധികം സംസാരിക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. പലരും അങ്ങനത്തെ കമന്റുകൾ ഇടുന്നുണ്ട്. തന്റെ ഭർത്താവിനെ താൻ വെളുപ്പിക്കുകയാണ്, ഒരു കുട്ടി ഉണ്ടായി പോയില്ലേ അതുകൊണ്ടാണ് വെളുപ്പിക്കുന്നത് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല എന്നും ഒരു കേസ് ആകുമ്പോൾ തങ്ങൾക്ക് അതിൻ്റെതായ കുറെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ ചുമ്മാ വന്നിരുന്ന് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ഇത് എത്ര സത്യം ഇവരുടെ ഭാഗത്തുണ്ടെങ്കിലും സീരിയൽ അഭിനേതാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒരിക്കലും സിനിമാക്കാർക്ക് കിട്ടുന്നതിന്റെ 7 അയലത്ത് വരില്ല. പിൻപോളി തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നല്ലോ, എന്തുകൊണ്ട് ശ്രീകുമാർ അങ്ങനെ ഒരു നീക്കം നടത്തിയില്ല, എന്തുകൊണ്ട് രംഗത്ത് വന്നില്ല, തുറന്നു സംസാരിച്ചില്ല എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. നിവിൻ പോളിക്ക് കേസ് കൊടുക്കാനുള്ള സാമ്പത്തികം ഒരിക്കലും ഇവർക്കില്ല. നല്ല പ്രതിഫലം കൊടുക്കണം. നിത്യജീവിതം ഒരുവിധം പച്ചപിടിച്ച് വരുമ്പോഴാണ് ഈ പുലിവാലുകൾ വരുന്നത്. ഒരു ഷൂട്ടിംഗ്, പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് മാത്രം ഷൂട്ടിംഗ് നടത്തുന്നിടത്ത് 10-15 പേർ ഉള്ളിടം പോരാത്തതിന് ചുറ്റിലും റൂമിലും ആള് പെരുമാറുന്നിടത്തെല്ലാം CCTV ക്യാമറകളുണ്ട്. കേസ് വ്യാജമാകാനുള്ള സാധ്യതകൾ 95% ഉണ്ട് എന്ന് പറയുമ്പോഴും എന്താണ് സത്യം എന്ന് നമുക്കിപ്പോഴും അറിയില്ല. കോടതിയാണ്, അപ്പോൾ സത്യം ജയിക്കുമെന്ന ഉറപ്പ് നമുക്ക് എല്ലാവർക്കുമുണ്ട്. ഇവർ പറയുന്നതിൽ കാര്യമുണ്ടായിരിക്കാം. എന്നാൽ എന്താണ് ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവർ മുന്നോട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനുള്ളിലും കുറെ കാര്യങ്ങളുണ്ട്.